ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2 കിടിലൻ ടിപ്സാണ്. എലി, പല്ലി, പാറ്റ ഇവരെ 3 പേരെയും തുരത്താനുള്ള 2 കിടിലൻ ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയമില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ബൗൾ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. അപ്പോൾ നമ്മുടെ എലി, പാറ്റ, പല്ലി ഇതിനെയൊക്കെ നമുക്ക് ഇതിലോട്ട് ആകർഷിക്കുന്നത് ഈ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മിക്ക വീടുകളിലും വലിയൊരു തലവേദനയാണല്ലേ ഇവരൊക്കെ. കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നക്കാരെന്ന് വെച്ചാൽ എലിയാണല്ലേ. അപ്പോൾ എലിയുടെ ശല്യമുള്ള വീടുകളിലെല്ലാം നമുക്കറിയാം, രാവിലെ എണീറ്റ് വരുമ്പോൾ ഇവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അവർക്കൊക്കെ പണി കൊടുക്കാനായിട്ടുള്ള ഒരു കിടിലൻ ട്രിക്കാണ് കേട്ടോ ഇത്. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യാണ്. ഇതിപ്പോൾ പശുവിൻ നെയ്യ് തന്നെ വേണമെന്നില്ല, ഇതിന് പകരമായിട്ട് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ പശുവിൻ നെയ്യും ഗോതമ്പ് പൊടിയും ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ എലികളായാലും പല്ലികളായാലും പാറ്റകളായാലും ഒക്കെ പെട്ടെന്ന് ഇതിലോട്ട് അട്രാക്റ്റ് ആകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് സ്പൂണായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ സ്പൂൺ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിക്കാത്ത സ്പൂണൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഉപയോഗിക്കുന്ന സ്പൂണാണെങ്കിൽ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് നമുക്ക് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ സ്പൂണ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ഇത് ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുക്കുമ്പോൾ കൈ യൂസ് ചെയ്യേണ്ട. കയ്യിൽ എന്തെങ്കിലും കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ മറ്റോ യൂസ് ചെയ്യാം. ഇത് നമ്മൾക്ക് ഇങ്ങനെ കുഴച്ചിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഞാനെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെയൊക്കെയാണോ എലിശല്യം നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത് അവിടെയൊക്കെ നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. ഇത് വെച്ചുകൊടുക്കുന്നത് രാത്രി കിടക്കാൻ നേരത്തായിരിക്കണം കേട്ടോ വെച്ചുകൊടുക്കേണ്ടത്. ഇപ്പോൾ കിച്ചണിൽ ആ ഒരു സൈഡാണെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ വെച്ചുകൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ എവിടെയൊക്കെയാണോ നമുക്ക് കൂടുതലായിട്ട് എലിശല്യം തോന്നുന്നത് അവിടെയൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എലിയുടെ ശല്യം ഒട്ടും ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളിയുടെ തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയുടെ തൊലി മാത്രമാണ് എടുത്തേക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് വെളുത്തുള്ളിയുടെ തൊലിയാണ്. അത് ഞാൻ വെളുത്തുള്ളിയുടെ തൊലി എടുത്തിട്ടുണ്ട്. പിന്നെ ചീത്തയായ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ പോയ വെളുത്തുള്ളിയാണ്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളകും ഇതുപോലെ ചീത്തയായ പച്ചമുളക് എടുത്തേക്കാണ്. അതിന് നെട്ടിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് പല്ലിയും പാറ്റയും എലിയൊക്കെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ വെളുത്തുള്ളിയുടെ തൊലിയും ആ വെളുത്തുള്ളിയുടെ പീസും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അവസാനമായിട്ട് നമുക്ക് ആ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് വെട്ടി തിളക്കണം. ആ പച്ചമുളകിൻ്റെയൊക്കെ ആ എരിവൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ.
ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ. ഇതിനി കുറച്ചുകൂടി ഒന്ന് തിളച്ചോട്ടെ. ഇപ്പം നമ്മുടെ തൊലിയുടെയൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഈ ഒരു ടൈം വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഏകദേശം ഒരു റെഡ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി തണുപ്പിക്കാനായിട്ട് വെക്കണം. ഇനി ഇത് എടുക്കേണ്ടത് ഒരു 6 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ രാത്രിയിലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് രാവിലെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മുടെ പല്ലിയെയും പാറ്റയെയൊക്കെ തുരത്താനുള്ള ഒരു നല്ലൊരു ടിപ്സാണിത്. ഇതൊക്കെ നമ്മൾ ചുമ്മാ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പല്ലിയെയും പാറ്റയൊക്കെ എളുപ്പത്തിൽ തുരത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ല് കൊണ്ട് തന്നെ പല്ലിയും പാറ്റയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാനിതിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ സത്ത് നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇത് സ്പ്രേ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം പല്ലിയോ പാറ്റയൊക്കെ എവിടെയാണോ വരുന്നത് അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് തന്നെ നമ്മുടെ പാറ്റേനെയും പല്ലിയൊക്കെ ഇത് വെച്ചിട്ട് തന്നെ തുരത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ 2 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.